ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യാനുള്ള ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടിലാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ഫെവിക്കോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ പുറത്ത് ഫുള്ള് മണ്ണൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ മണ്ണൊട്ടിച്ച് കൊടുത്തിട്ട് ബോട്ടിൽ നന്നായിട്ട് വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബോട്ടിലിന് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നന്നായിട്ട് ബോട്ടിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഒട്ടിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ കത്രിക കൊണ്ട് ആ മുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ഭാഗമൊക്കെ ഇല്ലേ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഇതേ രീതിയിൽ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൽ ഫ്ലവറിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫ്ലവറിന് എത്ര ഇതൾ വേണോ അതനുസരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 5 ഇതളുള്ള ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ആ ഓരോ പീസിൻ്റെ സൈഡും ഇതുപോലൊന്ന് ചെറുതായിട്ട് ഫ്ലവറിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലവറിൻ്റെ അതേ ഷേപ്പിൽ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കുറച്ചധികം ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലവറിൻ്റെ കൂടെ ഇടയ്ക്കൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഗ് ട്രേ വെച്ചിട്ട് തന്നെ ഇതുപോലെ കുറച്ച് ഇലയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഫ്ലവറിന് റെഡ് കളറാണ് കൊടുക്കുന്നത്. എഗ് ട്രേ കൊണ്ട് ഞാൻ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഇതിന് മുന്നേ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്ലവർ ഇതേ രീതിയിലല്ല, ഞാൻ വേറെ രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പം കണ്ടിട്ടില്ലാത്തവരൊന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കുക. അതും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഫ്ലവറും ഇലയൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്കിനി അത് ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ സെൻറ്ററിൽ തന്നെ ഒട്ടിക്കണമെന്നില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഫ്ലവറും ഇലയൊക്കെ ബോട്ടിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബോട്ടിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എങ്കിലും ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗം കുറച്ച് പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ അവിടെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോയിൽ പേപ്പർ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് കൈ കൊണ്ട് നന്നായിട്ട് ചുരുട്ടി ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ചുരുട്ടി ഒരു ചെറിയ ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പറിന് പകരം ചെറിയ ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏതാണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലവറിൻ്റെ ഇലയുടെയൊക്കെ സൈഡിൽ കൂടി ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.